ഹലോ സ്റ്റുഡൻസ്, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പി ബ്ലോക്ക് എലമെൻസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് വെച്ചിട്ടാണ് അവസാനിപ്പിച്ചത്. ഇതതിൻ്റെ കണ്ടിന്യൂവേഷൻ ആണ്. ഡി ബ്ലോക്ക് എലമെൻസ് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്കറിയാം ഡി ബ്ലോക്ക് എലമെൻസ് എന്ന് പറയുന്നത് പീരിയോഡിക് ടേബിളിൽ 3 to 12 വരെയുള്ള ഗ്രൂപ്പിൽ പെട്ട എലമെൻസ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഗ്രൂപ്പ് നമ്പർ എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ്. സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷനിൽ നിന്നും ഒരു എലമെന്റിന്റെ ഗ്രൂപ്പ് നമ്പർ എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. അപ്പോൾ ഈ തന്നിരിക്കുന്ന 3 എലമെന്റ്സും ഡി ബ്ലോക്കിൽ പെട്ടതാണ്. സ്കാൻഡിയം, ക്രോമിയം, കോപ്പർ. ഈ ക്രോമിയം ആൻഡ് കോപ്പർ ഒരു സ്പെഷ്യൽ കേസ് ആയിട്ട് നമ്മൾ മുന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ആണെന്നൊക്കെ പറഞ്ഞിരുന്നു. അത് കാണാത്തവരുണ്ടെങ്കിൽ കാണുക. അപ്പോൾ ആദ്യത്തെ എലമെന്റ് സ്കാൻഡിയം 21 ആണ് അതിൻ്റെ ആറ്റോമിക് നമ്പർ. അപ്പോൾ ആറ്റോമിക് നമ്പർ കിട്ടി. നമ്മൾ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം ഓൾറെഡി എഴുതിയിട്ടുണ്ട്. ചുരുക്കിയിട്ടാണ് എഴുതിയിരിക്കുന്നത്. ആർഗൺ 4s2 3d1 എന്നാണ് സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഇതിന്റെ ഗ്രൂപ്പ് നമ്പർ എങ്ങനെ കണ്ടുപിടിക്കാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അവസാനത്തെ ഡി സബ്ഷെല്ലിലുള്ള ഇലക്ട്രോണും എസ് സബ്ഷെല്ലിലുള്ള ഇലക്ട്രോണും തമ്മിൽ കൂട്ടിയാൽ മതി. ഇവിടെ ഡി സബ്ഷെല്ലിൽ ഒരു ഇലക്ട്രോൺ ഉണ്ട്, അതേ പ്ലസ് അതിന് തൊട്ട് മുന്നുള്ള എസ് സബ്ഷെല്ലിലെ 2 ഇലക്ട്രോൺ. ഇത് തേർഡ് ഗ്രൂപ്പിൽ പെട്ട ഒരു എലമെന്റ് ആയിരിക്കും. ക്രോമിയത്തിന്റെ കേസിൽ നമുക്ക് നോക്കാം. അവസാനത്തെ ഡി സബ്ഷെല്ലിൽ 5 ഇലക്ട്രോണും എസ് സബ്ഷെല്ലിൽ 1 ഇലക്ട്രോൺ ഉണ്ട്. അപ്പോൾ 5 + 1 6 ആണ് ഇതിന്റെ ഗ്രൂപ്പ് നമ്പർ വരിക. കോപ്പറിന്റെ കേസിലാണെന്നുണ്ടെങ്കിൽ ഇവിടെ 10 ആണ്, ഇവിടെ 1, അപ്പോൾ 11 ആയിരിക്കും ഗ്രൂപ്പ് നമ്പർ. ഡി ബ്ലോക്ക് എലമെന്റ്സിന്റെ ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കാനായിട്ടുള്ള മെത്തേഡാണ് ഇത്. ഇനി ഡി ബ്ലോക്ക് എലമെന്റ്സിന്റെ കുറച്ച് കോമൺ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്നുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഡി ബ്ലോക്ക് എലമെന്റിന്റെ കുറച്ച് കോമൺ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് എഴുതിയിരിക്കുന്നത്. ദേ ആർ ഓൾസോ നോൺ ആസ് ട്രാൻസിഷൻ എലമെന്റ്സ്. ഇപ്പോൾ ഡി ബ്ലോക്ക് എലമെന്റ്സ് നമുക്കറിയാം ഗ്രൂപ്പ്സ് 3 to 12 ആണ് പീരിയോഡിക് ടേബിളിൽ കാണുന്നത്. ആ 3 to 12 ഗ്രൂപ്പിലുള്ള എലമെന്റ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ട്രാൻസിഷൻ എലമെന്റ്സ് എന്ന്. ദേ ആർ മെറ്റൽസ്. The last electron is filled in penultimate shell. നമുക്കറിയാം ഡി ബ്ലോക്ക് എലമെന്റിന്റെ കേസിൽ എങ്ങനെയാണ് വരുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മൾ സ്കാൻഡിയം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഇവിടെ നമുക്കറിയാം 3p6 കഴിഞ്ഞിട്ട് അടുത്ത ഇലക്ട്രോൺ വന്നിരിക്കുന്നത് 4s2 അത് കഴിഞ്ഞിട്ടാണ് എങ്ങോട്ട് വന്നിരിക്കുന്നത് 3d1. ഇപ്പൊ ലാസ്റ്റ് ഇലക്ട്രോൺ എന്ന് പറയുന്നത് ഇതാണ്. അത് എവിടെയാണ് വന്നിരിക്കുന്നത്? പെനൾട്ടിമേറ്റ് ഷെല്ലിലാണ്. ഇതിനകത്തെ അൾട്ടിമേറ്റ് ഷെൽ അല്ലെങ്കിൽ അവസാനത്തെ ഷെൽ എന്ന് പറയുന്നത് ശരിക്കും 4 ആണ്. പക്ഷെ ആ ഷെല്ലിലോട്ടല്ല, അതിന് തൊട്ട് മുന്നുള്ള 3 എന്ന് പറയുന്ന ഷെല്ലിലോട്ടാണ് ലാസ്റ്റ് ഇലക്ട്രോൺ വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ദ ലാസ്റ്റ് ഇലക്ട്രോൺ ഈസ് ഫിൽഡ് ഇൻ പെനൾട്ടിമേറ്റ് ഷെൽ എന്ന് പറയുന്നത്. ദേ ഷോ സിമിലാരിറ്റി ഇൻ ഗ്രൂപ്പ്സ് ആൻഡ് പീരീഡ്സ്. നമുക്കറിയാം പീരിയോഡിക് ടേബിളിന്റെ ഒരു മോഡൽ എന്ന് പറയുന്നത് ഒരേ ഗ്രൂപ്പിൽപ്പെട്ട എലമെന്റ്സിന് ഏകദേശം ഒരേ ക്യാരക്ടറിസ്റ്റിക്സ് ആയിരിക്കും. ഡി ബ്ലോക്ക് എലമെന്റിന്റെ കേസിൽ പറയാണ് ദേ ഷോ സിമിലാരിറ്റി നോട്ട് ഓൺലി ഇൻ ഗ്രൂപ്പ്സ് ബട്ട് ഓൾസോ ഇൻ പീരീഡ്സ്. ഒരേ ഗ്രൂപ്പിലും പീരിയഡിലുമുള്ള എലമെന്റ്സിന് സിമിലാരിറ്റീസ് ഉണ്ടായിരിക്കും. ദ ഗ്രൂപ്പ്സ് ആർ ഫ്രം 3 to 12 നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ഇനി ഡി ബ്ലോക്ക് എലമെന്റിന്റെ കേസിൽ നമ്മൾ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട് അതിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റിനെ കുറിച്ച്. അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് ഡി ബ്ലോക്ക് എലമെന്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അത് പഠിച്ചു കഴിഞ്ഞാൽ, ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ്. ഇപ്പം എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക. നമുക്കറിയാം ഡി ബ്ലോക്ക് എലമെന്റിൽ പെട്ട ഒരു എലമെന്റ് ആണ് Fe, അയൺ. 26 ആണ് അതിൻ്റെ ആറ്റോമിക് നമ്പർ. അപ്പോൾ ഈ അയണിന്റെ 2 കോമ്പൗണ്ട്സിന്റെ പേരാണ് എഴുതിയിരിക്കുന്നത്. ഫെറസ് ക്ലോറൈഡ് FeCl2 എന്നാണ് എഴുതുക. ഫെറിക് ക്ലോറൈഡ്. രണ്ടും 2 ഡിഫറെൻ്റ് ആയിട്ടുള്ള കോമ്പൗണ്ട്സ് ആണ്. FeCl3. അപ്പോൾ ഈ 2 കേസിൽ നിങ്ങൾ കഴിഞ്ഞ വർഷം ഓൾറെഡി പഠിച്ചതാണ്. ക്ലോറിൻ എന്ന് പറയുന്ന എലമെന്റിന്റെ -1 ആണ് അതിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. അപ്പൊ നമുക്ക് ഈ 2 കേസിലും -1 ആണ് ക്ലോറിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. അപ്പോൾ ഈ രണ്ട് കോമ്പൗണ്ട്സിലും നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? അയണിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കണം. ആ മെത്തേഡ് നിങ്ങൾ കഴിഞ്ഞ വർഷം പഠിച്ചതാണ്. നമുക്ക് ഒന്നുകൂടെ റിവൈസ് ചെയ്ത് നോക്കാം.
മുന്നത്തെ വീഡിയോസിൽ നമുക്ക് പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി. ഒന്നുകൂടെ കേൾക്കാം. നമ്മൾ ആദ്യത്തെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ FeCl2 ഇങ്ങനെ കോമ്പൗണ്ടിന്റെ പേര് വരണം എന്നുണ്ടെങ്കിൽ അതെങ്ങനെയായിരുന്നിരിക്കണം? ക്ലോറിന്റെ നമുക്കറിയാം ഓൾറെഡി -1 ആണ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്. നമുക്കറിയാം നമ്മളൊരു കെമിക്കൽ ഫോർമുല എഴുതുമ്പോൾ എന്താണ് ചെയ്യാറ്? ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആദ്യം മുകളിൽ എഴുതും. ഒന്നും കൂടെ ക്ലിയർ ആയിട്ട് പറഞ്ഞു തരാം. FeCl ഇത്രയും നമുക്ക് തന്നിട്ടുള്ളൂ എന്ന് വിചാരിക്കുക. അപ്പോൾ Clന്റെ നമുക്ക് ഓക്സിഡേഷൻ സ്റ്റേറ്റ് Y ആണ്, Feയുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് X ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഇതിനെ ക്രോസ് ചെയ്തിട്ടാണ് എഴുതുക. Feയുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് Clന്റെ അടിയിൽ എഴുതും, ക്ലോറിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് തിരിച്ച് Feയുടെ അടിയിൽ എഴുതും. അങ്ങനെയാണ് നമ്മൾ കെമിക്കൽ ഫോർമുല എഴുതുന്ന മെത്തേഡ് കഴിഞ്ഞ വർഷം പഠിച്ചത്. ഇവിടുത്തെ കേസിൽ നമുക്കറിയാം FeCl ക്ലോറിന്റെ ഓൾറെഡി -1 ആണെന്ന് നമുക്ക് അറിയാം. അത് നമ്മുടെ ഓർമ്മയിൽ എപ്പോഴും വെച്ചിരിക്കുക, അത് ആവശ്യമാണ്. ഇനി Feയുടെ കണ്ടുപിടിക്കാനായിട്ട് നമുക്കറിയാം ഇവിടെ ക്രോസ് ചെയ്ത് എഴുതുമ്പോഴാണ് ഈ 2 ഈ ക്ലോറിന് വരുന്നത്. അപ്പൊ ഇവിടെ എന്തായിരുന്നിരിക്കണം? 2 ആയിരുന്നിരിക്കണം. ഇവിടെ നെഗറ്റീവ് ആയിരുന്നതുകൊണ്ട് ഇവിടുത്തെ ചാർജ് എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരുന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ Feയുടെ +2 ആയിരിക്കണം ഓക്സിഡേഷൻ സ്റ്റേറ്റ്. അതുകൊണ്ടാണ് നമ്മൾ ക്രോസ് ചെയ്ത് എഴുതുമ്പോൾ എങ്ങനെ വരുന്നത്? Feയുടെ താഴെ ഈ 1 വരും, ക്ലോറിന്റെ താഴെ ഈ 2 വരും. 1 ആയതുകൊണ്ട് നമ്മൾ അത് കൺസിഡർ ചെയ്യാറില്ല. FeCl2 എന്ന് നമുക്ക് കെമിക്കൽ ഫോർമുല കിട്ടും. അതിനർത്ഥം എന്താണ്? ഈ കേസിൽ Feയുടെ ചാർജ് അയണിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് Fe2+ ആണ്. 2+ ആണ് അതിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഇനി അടുത്ത കേസിൽ നോക്കാം, FeCl3. ഇവിടെയും എങ്ങനെയായിരിക്കും? ക്ലോറിന്റെ -1 ആണ്, ക്ലോറിന്റെ താഴെ 3 എന്ന് വരണം എന്നുണ്ടെങ്കിൽ എന്തായിരുന്നിരിക്കണം? Feയുടെ 3 ആയിരുന്നിരിക്കണം. ഇവിടെ നെഗറ്റീവ് ആയതുകൊണ്ട് ഇവിടെ ഓൾറെഡി പോസിറ്റീവ് ആയിരിക്കും ചാർജ്. ക്രോസ് ചെയ്ത് എഴുതിയപ്പോൾ നമുക്കിവിടെ Fe1 എന്നും Cl3 എന്നും കിട്ടി. ഇവിടെയും നമ്മൾ 1 ആയതുകൊണ്ട് കൺസിഡർ ചെയ്യില്ല. അപ്പോൾ FeCl3 എന്ന് നമുക്ക് കെമിക്കൽ ഫോർമുല കിട്ടും. അപ്പോൾ ഇവിടുത്തെ കേസിൽ Fe3+ ആണ്. അപ്പോൾ രണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള കോമ്പൗണ്ടിൽ സെയിം എലമെന്റിന്റെ, അയൺ എന്ന് പറയുന്ന എലമെന്റിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റുകൾ ഡിഫറെൻ്റ് ആണ്. ഇനി ഓക്സിഡേഷൻ സ്റ്റേറ്റ് മാറുന്നതിനനുസരിച്ച് സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷനിൽ എന്ത് മാറ്റം വരുന്നു നോക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞു അയൺ 26 ആണ് ആറ്റോമിക് നമ്പർ. അതനുസരിച്ച് സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ എങ്ങനെ വരും? 1s2, 2s2, 2p6, 3s2, 3p6. ഇനി അടുത്ത ഇലക്ട്രോൺ എവിടെയാണ് വരിക? 4s2, 3d6. ഇങ്ങനെയാണ് ഇതിന്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരിക. ഇനി ഒരു കോമ്പൗണ്ട് ആയിട്ട് മാറിക്കഴിയുമ്പോൾ എന്താണ്? ഈ ഒരു ആറ്റം മാറിയിട്ട് അതൊരു അയൺ ആയിട്ട് മാറും. ആദ്യത്തെ കേസിൽ ഫെറസ് ക്ലോറൈഡിന്റെ കേസിൽ നമ്മൾ ഇവിടെ Fe2+ ആയിട്ടാണ് നിൽക്കുന്നത്. ഇത് Fe എന്ന് പറയുന്ന ആറ്റത്തിന്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ്. ഇനി Fe2+ എന്ന് പറയുന്ന അയോണിന്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെ വരും? അപ്പൊ നമുക്കറിയാം Feക്ക് 2+ എന്ന് പറയുന്ന ഒരു ചാർജ് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്തുണ്ടായിരിക്കണം? അത് 2 ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കണം. എപ്പോഴും വിട്ടുകൊടുക്കുമ്പോഴാണ് പോസിറ്റീവ് ചാർജ് കിട്ടുക. അപ്പോൾ 26 ഇലക്ട്രോൺ ഉണ്ടായിരുന്നതിൽ നിന്ന് 2 ഇലക്ട്രോൺ വിട്ടുകൊടുത്തപ്പോഴാണ് Fe2+ എന്ന് പറഞ്ഞിരിക്കുന്ന ചാർജ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷനിൽ അതിനനുസരിച്ച് വ്യത്യാസം വരും. 2 ഇലക്ട്രോൺ പോയി. ആ 2 ഇലക്ട്രോൺ ഇതിൽ എവിടെ നിന്ന് പോകുന്നു എന്നുള്ളതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം. നമുക്കറിയാം ഇവിടെ അവസാനത്തെ ഇലക്ട്രോൺ വന്നിരിക്കുന്നത് എവിടെയാണ്? 3Dയിലാണ്. ആ സ്പെഷ്യൽ കേസ് ഒക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. എന്തുകൊണ്ടാണ് 4s ആദ്യം വന്നത് എന്നൊക്കെ. ഇതിനൊക്കെ മുന്നത്തെ വീഡിയോസ് കാണുക. അപ്പോൾ 4s
3Dയിലാണ് അവസാനത്തെ ഇലക്ട്രോൺ വന്നിരിക്കുന്നത്. പക്ഷേ ഈ കേസിൽ ഈ പോയ 2 ഇലക്ട്രോൺ പോകുന്നത് 3Dയിൽ നിന്നല്ല, തിരിച്ചെവിടെ നിന്നാണ്? ലാസ്റ്റ് ഷെൽ ഏതാണോ ആ ഷെല്ലിൽ നിന്നാണ് ഇലക്ട്രോണുകൾ പോവുക. ഇവിടെ നോക്കുമ്പോൾ അവസാനം വന്നിരിക്കുന്ന ഷെൽ നമ്പർ 4ആണ്. അപ്പോൾ ലാസ്റ്റത്തെ ഷെൽ ഏതാണോ ആ ഷെല്ലിലുള്ള ഇലക്ട്രോൺസ് ആയിരിക്കും പോവുക. അപ്പോൾ ഇതിന്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുന്നത് 1s2, 2s2, 2p6, 3s2, 3p6, 3d6 എന്നായിരിക്കും Fe2+ എന്ന് പറയുന്ന അയോണിന്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഒരു എക്സാമ്പിളും കൂടെ നമുക്ക് നോക്കാം. ഫെറിക് ക്ലോറൈഡ് നമ്മൾ പറഞ്ഞു Fe3+ ആണ് ഇതിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. 3+ ആണ്. 3+ എന്ന് വരുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? 3 ഇലക്ട്രോണിനെ അത് വിട്ടുകൊടുത്തു. അപ്പോൾ ഇതിന്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷനിൽ നിന്ന് 3 ഇലക്ട്രോൺസ് പോയപ്പോഴാണ് അത് Fe3+ ആവുന്നത്. അപ്പൊ ആ വ്യത്യാസം എങ്ങനെയാണ് സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷനിൽ വരാം? നമ്മൾ പറഞ്ഞ പോലെ ഫോറസ്റ്റിൽ നിന്നാണ് എന്ത് പോവാ? ആദ്യം ഇലക്ട്രോൺസ് പോവാ. അവസാനത്തെ ഷെൽ ഏതാണോ അതിൽ നിന്നാണ് ഇലക്ട്രോൺസ് ആദ്യം പോവുക. എന്നിട്ട് പിന്നെ ബാക്കി ഉണ്ടെങ്കിലാണ് എവിടെ നിന്ന് പോവുള്ളൂ? 3Dയിൽ നിന്ന് പോവുള്ളൂ. ഇവിടുത്തെ കേസിൽ നമുക്കറിയാം 3 ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കണം. 2 ഇലക്ട്രോൺ ഫോറസ്റ്റിൽ നിന്ന് പോകും, പിന്നെയുള്ള ഒരു ഇലക്ട്രോൺ 3d6ൽ നിന്നും പോകും. അപ്പോൾ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2, 2s2, 2p6, 3s2, 3p6. ഫോറസ്റ്റ് പോകും, 2 ഇലക്ട്രോൺ പോകും. 3Dയിൽ നിന്ന് ഒരു ഇലക്ട്രോൺ പോയിട്ട് 3d5 എന്നാണ് ഇതിന്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരിക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അത് മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് മനസ്സിലാവുകയും ചെയ്യും. ഇതിന്റെ കുറച്ചും കൂടെ എക്സാമ്പിളുകൾ ഉണ്ട്, നമുക്ക് അതും കൂടെ ഒന്ന് ചെയ്ത് നോക്കാം. Mn എന്ന് പറയുന്നത് മാംഗനീസ് ആണ്. ബി ബ്ലോക്ക് എലമെന്റിൽ പെട്ട ഒരു എലമെന്റ് ആണ്. Mn25 ആണ് ഇതിന്റെ ആറ്റോമിക് നമ്പർ. ഇതാണ് അതിന്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഇനി മാംഗനീസ് ഉള്ള ഒരു 4 കോമ്പൗണ്ട് നമുക്ക് തന്നിട്ടുണ്ട്. ഈ ഓരോ കോമ്പൗണ്ടിലും മാംഗനീസിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് നമ്മൾ കണ്ടുപിടിക്കണം. ഇത് കഴിഞ്ഞിട്ട് ആ കിട്ടുന്ന ഓക്സിഡേഷൻ സ്റ്റേറ്റ് അനുസരിച്ച് അതൊരു അയൺ ആയിട്ട് മാറും. ആ അയോണിന്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതണം. ഓരോ കേസുകളായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആദ്യത്തെ MnCl2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ക്ലോറിന്റെ നമ്മൾ നേരത്തെ ഓൾറെഡി പറഞ്ഞു -1 ആണ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്. അപ്പൊ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്ലോറിന്റെ താഴെ വന്നിരിക്കുന്ന നമ്പർ 2 ആണ്. അതിനർത്ഥം എന്താണ്? മാംഗനീസിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് 2 ആയിരുന്നിരിക്കണം. അപ്പോഴാണ് ക്രോസ് ചെയ്തിട്ട് എഴുതുമ്പോൾ നമുക്ക് Clന്റെ അടിയിൽ 2 വരിക. അപ്പോൾ +2 ആണ് ഈ കേസിൽ മാംഗനീസിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. അപ്പോൾ +2 ആയി കഴിഞ്ഞാൽ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെ വരും എന്നുള്ളതാണ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ +2 ആണ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് നമുക്ക് കിട്ടിയത്. അതിനർത്ഥം Mn2+ ആണ് അയോൺ. അപ്പോൾ 2+ ആവുമ്പോൾ ഞാൻ പറഞ്ഞു എങ്ങനെയാണ്? പോസിറ്റീവ് ചാർജ് വരണമെന്നുണ്ടെങ്കിൽ ഇലക്ട്രോൺ വിട്ടുകൊടുക്കണം. 2 ഇലക്ട്രോൺ ആണ് വിട്ടുകൊടുത്തിരിക്കുന്നത്. ആ 2 ഇലക്ട്രോൺ ഇതിനകത്തുനിന്ന് പോകും. അതെവിടെ നിന്നാണ് പോവുക? അവസാനത്തെ ഷെൽ ഏതാണോ ആ ഷെല്ലിൽ നിന്നുള്ള ഇലക്ട്രോൺസ് ആണ് ആദ്യം പോവുക. അപ്പൊ ഇവിടെ 4 ആണ് ശരിക്കും ലാസ്റ്റ് വരുന്ന ഷെല്ല്. അവസാനത്തെ ഇലക്ട്രോൺ ഫില്ല് ചെയ്തിരിക്കുന്നത് 3d5 അവസാനത്തെ ഷെൽ എന്ന് പറയുന്നത് ഇവിടെ 4 ആണ്. അപ്പോൾ അവിടെ നിന്നുള്ള ഇലക്ട്രോൺസ് ആണ് ആദ്യം പോവുക. ഇവിടെ 2 ഇലക്ട്രോൺസ് ആണ് പോവുക. ആ 2 ഇലക്ട്രോൺ 4s2 നിന്നായിരിക്കും പോവുക. അത് കഴിഞ്ഞിട്ട് ഇതിന്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെ വരും? 1s2, 2s2, 2p6, 3s2, 3p6, 3d5 എന്ന് വരും. ഇനി അടുത്ത കേസിൽ MnO2. അവിടെ നമ്മൾ നോക്കുക
MnO എന്ന് പറയുന്ന എലമെന്റുമായിട്ടാണ് അത് കോമ്പൗണ്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. ഓക്സിജന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് -2 ആണ്. അത് നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും വെച്ചിരിക്കുക. -2 ആണ് ഓക്സിജന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. അപ്പോൾ അതിനനുസരിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്തുണ്ട്? ഓൾറെഡി ഓക്സിജന്റെ അടിയിൽ ഒരു 2 ഉണ്ട്. അപ്പോൾ ഇവിടെ +2 ആയിരുന്നിരിക്കണം. പക്ഷെ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് വരിക? ഇവിടെ ഈ 2 നമ്മൾ ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ ക്രോസ് ചെയ്ത് എഴുതുമ്പോൾ ശരിക്കും എങ്ങനെ വരണം? Mn2O2 എന്ന് പറയണം. രണ്ടും സെയിം നമ്പർ ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? അത് ക്യാൻസൽ ചെയ്തിട്ട് MnO എന്നേ എഴുതുള്ളൂ. അപ്പോൾ എന്താണ് അതിനർത്ഥം? ഇവിടെ +2 അല്ല. +2 ആയിരുന്നുണ്ടെങ്കിൽ MnO എന്നാണ് കെമിക്കൽ ഫോർമുല വരാം. ഇവിടെ MnO2 എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം? MnO2 എന്ന് പറയണം എന്നുണ്ടെങ്കിൽ ഓയുടെ -2 ആണ്. ഇവിടെ ഒരു 2 ഉണ്ട്. ഇവിടുത്തെ ടോട്ടൽ എത്രയായെന്ന് നോക്കാം. -2ഉം ഇവിടെ ഒരു 2ഉം രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? -4 എന്ന് കിട്ടും. 2 × 2 നമുക്ക് -4 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെയുള്ള ടോട്ടൽ ചാർജിനെ 0 ആക്കാനായിട്ടുള്ള ഒരു നമ്പർ ആയിരിക്കണം ഇവിടെ ഉണ്ടാകുന്നത്. അതായത് രണ്ടിൻ്റെയും ഓക്സിഡേഷൻ സ്റ്റേറ്റ് നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ക്യാൻസൽ ചെയ്ത് പോകണം, 0 ആയിട്ട് പോകണം. അപ്പോൾ ഇവിടെ ടോട്ടൽ ഉള്ള ചാർജ് -4 ആണ്. അപ്പോൾ Mnന്റെ താഴെ നമ്പറുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇവിടെ +4 ആയിരിക്കണം ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഇനി നോക്കുക എങ്ങനെയാണ് വരുന്നതെന്നുള്ളത്. ഇവിടെ +4 ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ക്രോസ് ചെയ്ത് എഴുതുമ്പോൾ എങ്ങനെ വരും? Mn ഈ 2 ഇതിന്റെ താഴെ വരും, Mn2. ഈ 4 ഓക്സിജന്റെ താഴെ വരും, Mn2O4 എന്ന് വരും. ഇതിനകത്ത് 2 എന്ന് പറയുന്നത് കോമൺ ഫാക്ടർ ആണ്. അത് നമ്മൾ 2 വെച്ച് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 1 എന്നും ഇവിടെ 2 എന്നും വരും. നമുക്ക് MnO2 എന്ന് പറയുന്ന കെമിക്കൽ ഫോർമുല കിട്ടും. ഈ കെമിക്കൽ ഫോർമുല എഴുതാനുള്ള മെത്തേഡ് കഴിഞ്ഞ വർഷം പഠിച്ചതാണ്. അത് നമുക്ക് ഈ വർഷവും ആവശ്യമുണ്ട്. അപ്പോൾ ഇവിടുത്തെ കേസിൽ MnO2 എന്ന് നമുക്ക് കെമിക്കൽ ഫോർമുല കിട്ടി. എപ്പോഴാണ് അങ്ങനെ കിട്ടിയത്? Mnന് +4 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആയിട്ട് വരുമ്പോഴാണ് നമുക്ക് കെമിക്കൽ ഫോർമുല ശരിയായി കിട്ടുന്നത്. അപ്പോൾ അതിനർത്ഥം ഇവിടെ +4 ആണ് Mnന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. അപ്പോൾ Mn4+, അതായത് ഇവിടെ 4 ഇലക്ട്രോൺസിനെയാണ് വിട്ടുകൊടുത്തിരിക്കുന്നത്. അപ്പോൾ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷനിൽ നിന്ന് 4 ഇലക്ട്രോൺസ് പോകും. പിന്നെ എങ്ങനെയാണ് വരിക? ആദ്യത്തെ 2 ഇലക്ട്രോൺ പോകുന്നത് 4sൽ നിന്നായിരിക്കും. പിന്നെയും ബാക്കിയുള്ള ഇലക്ട്രോൺസ് 3Dയിൽ നിന്നാണ് വിട്ടുകളയുക. അപ്പോൾ 1s2, 2s2, 2p6, 3s2, 3p6. 4sൽ നിന്നുള്ള 2 ഇലക്ട്രോൺസ് പോയി. പിന്നെ 2 ഇലക്ട്രോൺസ് 3d5ൽ നിന്ന് പോകും. പിന്നെ അവിടെ 3d3 എന്ന് വരും. Mn4+ന്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണിത്. ഇനി അടുത്ത കേസ് Mn2O3. Mn2O3 ഇവിടെയും നമുക്കറിയാം -2 ആണ് ഓക്സിജന്റെ ഓക്സിഡേഷൻ നമ്പർ. അപ്പോൾ ഇവിടുത്തെ ടോട്ടൽ ചാർജ് നമ്മൾ ഇതിനെ രണ്ടായിട്ട് തിരിച്ചാണെങ്കിൽ ഓക്സിജന്റെ സൈഡിലുള്ള ടോട്ടൽ ചാർജ് എത്രയായി? 3 × 2 -2 ആണ്. അപ്പോൾ നമുക്ക് -6 എന്നാണ് കിട്ടുക. അപ്പോൾ ഇവിടെയും നമുക്ക് ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടണം? +6 എന്ന് കിട്ടണം. എന്നാലാണ് ഇത് രണ്ടും തമ്മിൽ ക്യാൻസൽ ചെയ്ത് പോവുള്ളൂ. അപ്പോൾ ഇവിടെ +6 എന്ന് കിട്ടണമെന്നുണ്ടെങ്കിൽ Mnന്റെ അടിയിൽ ഓൾറെഡി ഒരു 2 ഉണ്ട്. 2 × 3 ചെയ്യുമ്പോഴാണ് നമുക്ക് 6 കിട്ടുക. ഇവിടെ എന്തായിരിക്കും? +3 ആയിരിക്കും. +3 × 2 ചെയ്യുമ്പോൾ നമുക്ക് +6 കിട്ടും. രണ്ടും തമ്മിൽ ക്യാൻസൽ ആവില്ല. അപ്പോൾ അതിനർത്ഥം എന്താണ്? ഇവിടെ Mnന്റെ ചാർജ് ചാർജ് അല്ല, ഓക്സിഡേഷൻ സ്റ്റേറ്റ് +3 ആണ്.
ഈ കേസിൽ +3 ആണ് Mnന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. Mn3+ന്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെ വരും? ഇതിനകത്ത് നിന്ന് 3 ഇലക്ട്രോൺസിനെ വിട്ടുകൊടുക്കും. 2 ഇലക്ട്രോൺ 4sൽ നിന്നായിരിക്കും പോവുക, പിന്നെ ഒരു ഇലക്ട്രോൺ 3d5ൽ നിന്നും പോകും. അപ്പോൾ 1s2, 2s2, 2p6, 3s2, 3p6. 2 ഇലക്ട്രോൺ പോയി, ഇവിടെ നിന്ന് 1 ഇലക്ട്രോൺ പോയി കഴിഞ്ഞാൽ ബാക്കി 3d4 എന്നാണ് സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരിക. ലാസ്റ്റ് കേസും കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. Mn2O7. Mn2O7 ആവുമ്പോൾ നമ്മൾ പറഞ്ഞു ഓക്സിജന്റെ -2 ആണ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ടോട്ടൽ ചാർജ് എത്രയായി? 7 × 2 14 ആണ്. -14 ആണ് നമുക്ക് കിട്ടുക. ഇനി ഈ സൈഡിൽ നമ്മൾ നോക്കുക, ഇവിടെ ഓൾറെഡി 2 ഉണ്ട്. 2ന്റെ കൂടെ ഏത് നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് 14 കിട്ടുക? 7 ആണ്. ഇവിടെ 7 ആയിരിക്കും നമ്പർ. ഇവിടെ നെഗറ്റീവ് ആയതുകൊണ്ട് ഈ സൈഡ് നമുക്ക് പോസിറ്റീവ് ആയിട്ടുള്ള നമ്പർ കിട്ടണം. അപ്പോൾ +7 ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇവിടെ +14 കിട്ടും. രണ്ടും തമ്മിൽ ക്യാൻസൽ ചെയ്ത് പൊക്കോളൂ. അപ്പോൾ ഇവിടുത്തെ Mnന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് +7 ആണ്. +7 ആണ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്. Mn7+ എന്ന് വരും. 7 ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തിട്ടാണ് Mn7+ ആയത്. ആ 7 ഇലക്ട്രോൺ എവിടെ നിന്നായിരിക്കും പോവുക? 2 ഇലക്ട്രോൺ 4s2ൽ നിന്ന് പോകും, ബാക്കിയുള്ള 5 ഇലക്ട്രോൺ 3d5ൽ നിന്ന് പോകും. അപ്പോൾ ബാക്കി 3p6 വരെ ഉണ്ടാവുള്ളൂ. 1s2, 2s2, 2p6, 3s2, 3p6. ഇതാണ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് ഡി ബ്ലോക്ക് എലമെന്റ്സ്. അപ്പം നമ്മൾ നോക്കുമ്പോൾ ഒരേ ഒരു എലമെന്റ് Mn എന്ന് പറയുന്ന ഒരു എലമെന്റിന് ഓരോ കോമ്പൗണ്ടിലും ഓരോ ഓക്സിഡേഷൻ സ്റ്റേറ്റുകളാണ് കാണിക്കുന്നത്. ഇത് ഡി ബ്ലോക്ക് എലമെന്റ്സിന്റെ മാത്രം ഒരു പ്രത്യേകതയാണ്. അതിന് കാരണം പറയുന്നത്, നമുക്കറിയാം ഡി ബ്ലോക്ക് എലമെന്റ്സിൽ എപ്പോഴും എങ്ങനെയാണ് ഇലക്ട്രോൺസിന്റെ ഫില്ലിങ് നടക്കുന്നത്? ഓർഡർ തെറ്റിച്ചിട്ടാണ്. ശരിക്കും 3p6 കഴിഞ്ഞാൽ 3d ആണ് വരേണ്ടത്, പക്ഷെ അതിനേക്കാൾ എനർജി കുറവാണ് 4s എന്ന് പറയുന്ന സബ്ഷെല്ലിന്. അതുകൊണ്ട് ആദ്യം ആ ഒരു സബ്ഷെല്ല് ഫില്ലായതിനു ശേഷം ബാക്കിയുള്ള ഇലക്ട്രോൺസ് ആണ് 3dയിലോട്ട് പോകുന്നത്. അപ്പോൾ കോമൺലി എല്ലാ കേസിലും എങ്ങനെയാണ്, എസ് ബ്ലോക്കിലും പി ബ്ലോക്കിലും ഒക്കെ അവസാനത്തെ ഷെല്ലിലുള്ള ഇലക്ട്രോൺസ് മാത്രമാണ് റിയാക്ഷനിൽ പങ്കെടുക്കുക. അപ്പോൾ ഇവിടുത്തെ അവസാനത്തെ ഷെല്ല് എന്ന് പറയുന്നത് 4 ആണ്. അതിനകത്ത് എസ് ബ്ലോക്കിൽ 2 ഇലക്ട്രോൺസ് ഉണ്ട്. ഡി ബ്ലോക്കിന്റെ കേസിൽ ഈ ലാസ്റ്റ് 4s എന്ന് പറയുന്ന ഷെല്ലിലും അതിന് തൊട്ടു മുന്നിലുള്ള 3d സബ്ഷെല്ലിന്റെയും എനർജിയിലെ ഡിഫറൻസ് എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. അതുകൊണ്ട് സ്യൂട്ടബിൾ കണ്ടീഷൻസ് വരുമ്പോൾ എന്തുണ്ടാവും? ലാസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോൺസ് മാത്രമല്ല, അതിന് തൊട്ടു മുന്നുള്ള ഇലക്ട്രോൺസും കൂടെ റിയാക്ഷൻസിൽ പങ്കെടുക്കും. അതുകൊണ്ടാണ് ഡി ബ്ലോക്ക് എലമെന്റ്സിലുള്ള ഓരോ എലമെന്റുകളും ഓരോ കോമ്പൗണ്ടിലും വ്യത്യസ്തങ്ങളായിട്ടുള്ള ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. കുറച്ച് കാര്യങ്ങൾ മാത്രം നന്നായിട്ട് മനസ്സിൽ വെച്ച് കഴിഞ്ഞാൽ മാർക്ക് നന്നായിട്ട് സ്കോർ ചെയ്യാം. എല്ലാവരും ശ്രദ്ധിച്ച് പഠിക്കുക. നമുക്കിനി അടുത്ത ടോപ്പിക്കിലോട്ട് കിടക്കാം. ട്രാൻസിഷൻ എലമെന്റ്സ് അല്ലെങ്കിൽ ഡി ബ്ലോക്ക് എലമെന്റ്സിൽ പെട്ട എലമെന്റ് ഉണ്ടാക്കുന്ന കോമ്പൗണ്ട്സ് ഒക്കെ കളേർഡ് കോമ്പൗണ്ട്സ് ആയിരിക്കും. അതിന് കാരണം എന്ന് പറയുന്നത് ആ ട്രാൻസിഷൻ മെറ്റലിന്റെ അയൺ അതിനകത്ത് ഉള്ളതുകൊണ്ടാണ്. കുറച്ച് എക്സാമ്പിളുകളാണിത് കളേർഡ് ആയിട്ടുള്ള കോമ്പൗണ്ട്സിന്റെ. കോപ്പർ സൾഫേറ്റ്, കൊബാൾട്ട് നൈട്രേറ്റ്, പൊട്ടാസ്യം പെർമാംഗനേറ്റ് ആൻഡ് ഫെറസ് സൾഫേറ്റ്. ഇതെല്ലാം കളേർഡ് കോമ്പൗണ്ടുകളാണ് ട്രാൻസിഷൻ എലമെന്റിന്റെ. ഇനി എന്തിനാണ് ഈ കളേർഡ് കോമ്പൗണ്ട്സ് യൂസ് ചെയ്യുന്നത്? അതിന് കുറച്ച് യൂസസും പഠിച്ചു വെക്കാനുണ്ട്. ടു ഗീവ് കളർ ടു ഗ്ലാസ് പെയിന്റിങ്ങിന്, പിന്നെ ഓയിൽ പെയിന്റിങ്സ്, ടു പ്രിപ്പയർ സം ഡൈസ്. ഇതൊക്കെയാണ് അതിന്റെ യൂസസ്. ഈ ഒരു ടോപ്പിക്കോടുകൂടി ഡി ബ്ലോക്ക് എലമെന്റ്സിന്റെ ടോപ്പിക് അവസാനിച്ചു. ഇനി അടുത്തത് എഫ് ബ്ലോക്ക് എലമെന്റ്സ് ആണ്. എഫ് ബ്ലോക്ക് എലമെന്റ്സിനെ കുറിച്ച് വളരെ കുറച്ച് മാത്രമാണ് പഠിക്കാനുള്ളൂ. നമുക്കറിയാം എഫ് ബ്ലോക്ക് എലമെന്റ് എന്ന് പറയുന്നത് പീരിയോഡിക് ടേബിളിന്റെ ഏറ്റവും താഴെ 2 പീരിയഡ്സ് ഉണ്ട്.
ആറാമത്തെയും ഏഴാമത്തെയും പീരീഡുകളാണത്. അതിൽ പെട്ട എലമെന്റ്സിനെയാണ് നമ്മൾ എഫ് ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറയുന്നത്. അതിൽ ആറാമത്തെ പീരീഡിലുള്ള എലമെന്റ്സിനെ നമ്മൾ വിളിക്കുന്നത് ലാന്തനോയിഡ്സ് എന്നാണ്. അതുപോലെ ഏഴാമത്തെ പീരീഡിലുള്ള എലമെന്റ്സിനെ വിളിക്കുന്ന പേരാണ് ആക്ടിനോയിഡ്സ്. അപ്പോൾ ലാന്തനോയിഡ്സും ആക്ടിനോയിഡ്സും അടങ്ങിയതാണ് എഫ് ബ്ലോക്ക് എലമെന്റ്സ്. ഇനി അതിന്റെ കുറച്ച് യൂസസ്, ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെയാണ് തന്നിരിക്കുന്നത്. ദേ ഷോ വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. അപ്പോൾ നമ്മൾ ഡി ബ്ലോക്ക് എലമെന്റിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ എഫ് ബ്ലോക്ക് എലമെന്റ്സും വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നവയാണ്. മോസ്റ്റ് ആക്ടിനോയിഡ്സ് ആർ റേഡിയോ ആക്റ്റീവ് ആൻഡ് ആർട്ടിഫിഷ്യൽ എലമെന്റ്സ്. യുറേനിയം, തോറിയം, പ്ലൂട്ടോണിയം etc. are used as fuels in nuclear reactors and then used as catalyst in petroleum industry. ഇതിന്റെ കുറച്ച് യൂസസ് ആണ്. ഈ യൂസസ് പഠിച്ചു വെക്കുക, കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്, ഇടയ്ക്ക് എക്സാമിനൊക്കെ ചോദിച്ചു കാണാറുണ്ട്. ഇത്രയാണ് നമുക്ക് എഫ് ബ്ലോക്ക് എലമെന്റ്സിനെ കുറിച്ച് പഠിക്കാനുള്ളത്. നമ്മുടെ ഈ ചാപ്റ്ററിന്റെ അവസാനത്തെ ടോപ്പിക്കാണിത്. ഇതോടുകൂടി നമ്മുടെ ചാപ്റ്റർ അവസാനിച്ചു. ഇനി ഒരു ചെറിയൊരു ക്വസ്റ്റ്യൻ്റെ ഒരു പാർട്ടുണ്ട് ചാപ്റ്ററിനകത്ത്, അതും കൂടി നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഈ പാഠത്തിന്റെ അവസാനം പീരിയോഡിക് ടേബിളിന്റെ ചെറിയൊരു ഭാഗം തന്നിട്ടുണ്ട്. ഇതൊരു റഫ് ഫിഗറാണ് ഞാൻ വരച്ചിരിക്കുന്നത്. ഇതുപോലെ പീരിയോഡിക് ടേബിളിന്റെ കുറച്ച് റോസും കോളംസും തന്നിട്ട് കുറച്ച് എലമെന്റ്സിന്റെ പേര് ABC എന്നൊക്കെയാണ് എഴുതിയിരിക്കുന്നത്. എന്നിട്ട് അതിനകത്തുനിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചിരിക്കുകയാണ്. അതിന്റെ ആൻസറുകൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമുക്ക് ആദ്യം നോക്കേണ്ടത്. അതിൽ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് ലിസ്റ്റ് ഔട്ട് ദ എലമെന്റ്സ് ഓഫ് എസ് ബ്ലോക്ക്. ഇതിൽ എസ് ബ്ലോക്കിൽ പെട്ട എലമെന്റ്സ് ഏതൊക്കെയാണെന്ന് നമുക്കറിയാം. എസ് ബ്ലോക്ക് എന്ന് പറയുന്നത് ഒന്നാമത്തെയും രണ്ടാമത്തെയും ഗ്രൂപ്പിൽ പെട്ട എലമെന്റ്സ് ആണ്. അപ്പോൾ ഏതൊക്കെയായിരിക്കും? എസ് ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറയുന്നത് എയും ബിയും ആയിരിക്കും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് എലമെന്റ് ഷോസ് പോസിറ്റീവ് ടു ഓക്സിഡേഷൻ സ്റ്റേറ്റ്. പോസിറ്റീവ് ടു ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നത് നമ്മൾ എസ് ബ്ലോക്ക് എലമെന്റ്സിന്റെ കാര്യം പറഞ്ഞപ്പോൾ പഠിച്ചു. ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഫിക്സ്ഡ് ആണ്. ഒന്നാമത്തെ ഗ്രൂപ്പിലുള്ളവർക്കൊക്കെ പോസിറ്റീവ് 1 ആയിരിക്കും, രണ്ടാമത്തെ ഗ്രൂപ്പിലുള്ളവർ പോസിറ്റീവ് 2 ആയിരിക്കും ഓക്സിഡേഷൻ സ്റ്റേറ്റ്. അപ്പോൾ പോസിറ്റീവ് 2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്ന എലമെന്റ് ബി ആയിരിക്കും. അടുത്തത്, വിച്ച് എലമെന്റ് കണ്ടെയ്ൻസ് 5 ഇലക്ട്രോൺസ് ഇൻ ദ ഔട്ടർമോസ്റ്റ് ഷെൽ. അവസാനത്തെ ഷെല്ലിൽ 5 ഇലക്ട്രോൺസ് ഉള്ള എലമെന്റ് ഇതിനകത്ത് ഏതായിരിക്കും? അത്തരം ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പി ബ്ലോക്ക് എലമെന്റ്സിൽ നമുക്കറിയാം 13 to 18 വരെയാണ് പി ബ്ലോക്ക് എലമെന്റ്സ്. അതിൽ 13ാമത്തെ ഗ്രൂപ്പിൽ പെട്ട എല്ലാ എലമെന്റിന്റെയും അവസാനത്തെ ഷെല്ലിൽ 3 ഇലക്ട്രോണുകളായിരിക്കും ഉണ്ടായിരിക്കുക. അതുപോലെ 14ാമത്തെ ഗ്രൂപ്പിൽ പെട്ട എല്ലാ എലമെന്റ്സിന്റെയും അവസാനത്തെ ഷെല്ലിൽ 4 ഇലക്ട്രോൺസ് ഉണ്ടായിരിക്കും. 15ാമത്തെ ഷെല്ലാണെന്നുണ്ടെങ്കിൽ 5 ഇലക്ട്രോൺ ആയിരിക്കും അവസാനത്തെ ഷെല്ലിൽ ഉണ്ടാവുക. 16ാമത്തേല് 6, 17ാമത്തേല് 7, 18ാമത്തേല് 8 ഇലക്ട്രോൺ ആയിരിക്കും അവസാനത്തെ ഷെല്ലിൽ ഉണ്ടാവുക. പി ബ്ലോക്കിന്റെ ഒരു പ്രത്യേകതയാണിത്. നിങ്ങൾ പീരിയോഡിക് ടേബിളിന്റെ ശരിക്കുള്ള ഒരു ഫോർമാറ്റ് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് എല്ലാത്തിൻ്റെയും മടിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതിയിട്ടുണ്ട്. അത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു പാറ്റേണിലാണ് പി ബ്ലോക്ക് എലമെന്റ്സ് വരുന്നത്. അപ്പൊ നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത് അവസാനത്തെ ഷെല്ലിൽ 5 ഇലക്ട്രോൺ വരുന്ന എലമെന്റ് ഏതാണെന്ന്. അതേതായിരിക്കും? 15ാമത്തെ ഗ്രൂപ്പിൽ വരുന്ന എലമെന്റ് ആയിരിക്കും. ഇ എന്ന് പറയുന്ന എലമെന്റ് ആയിരിക്കും അവസാനത്തെ ഷെല്ലിൽ 5 ഇലക്ട്രോൺ വരുന്ന എലമെന്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഇസ് ദ എലമെന്റ് ദാറ്റ് ഹാസ് 5p ഇലക്ട്രോൺസ് ഇൻ ദ ഔട്ടർമോസ്റ്റ് ഷെൽ. 5p ഇലക്ട്രോൺസ് ആയിട്ട് വരുന്ന എലമെന്റ് ഇതിനകത്ത് ഏതായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതായിരിക്കും? നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് ഒന്നാമത്തെ പീരീഡ്. രണ്ടാമത്തെ പീരീഡിലുള്ള എലമെന്റിൽ ഏതെങ്കിലും ഒന്നായിരിക്കും അത്. കാരണം 5p എന്നാണത് അവസാനിച്ചിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇതിനകത്ത് 5p വരാനായിട്ട് ചാൻസ് ഉള്ളത് ഏതിനാണ്? ജിയിലേക്കാണ്. കാരണം നമ്മൾ പറഞ്ഞു അതിൻ്റെ അവസാനത്തെ ഷെല്ലിൽ 7 ഇലക്ട്രോൺ ആയിരിക്കും ഉണ്ടായിരിക്കുക. അത് ഏത് പീരീഡിൽ പെട്ടതാണ്? രണ്ടാമത്തെ പീരീഡിൽ പെട്ടതാണ്. അപ്പോൾ ലാസ്റ്റ് ഷെല്ല് എന്ന് പറയുന്നത് 2 തന്നെയായിരിക്കും. 2s2 2p 5 എന്നായിരിക്കും ഇതിൻ്റെ ലാസ്റ്റ് വരാം. കാരണം ഞാൻ പറഞ്ഞു 17ാമത്തെ ഗ്രൂപ്പിലായതുകൊണ്ട് 7 ഇലക്ട്രോൺ ആണ് അവസാനത്തെ ഷെല്ലിൽ ഉണ്ടായിരിക്കുക.
ഇത് രണ്ടാമത്തെ പീരീഡിൽ പെട്ടതായതുകൊണ്ട് അവസാനത്തെ ഷെൽ എന്ന് പറയുന്നത് 2 ആയിരിക്കും. അപ്പോൾ 2-ൽ നമുക്കറിയാം എസും പിയും ഉണ്ട്. എസിനകത്ത് 2 ഇലക്ട്രോൺ, പിയിൽ 5 ഇലക്ട്രോൺ, അപ്പോൾ 7 ഇലക്ട്രോൺ ഫില്ലായി. ലാസ്റ്റ് 5p ഇലക്ട്രോൺസ് വരുന്നത് ജി എന്ന് പറയുന്ന എലമെന്റിലായിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, which are the elements in which the last electron enters the d subshell? അവസാനത്തെ ഇലക്ട്രോണുകൾ ഡി സബ്ഷെല്ലിലോട്ട് എൻ്റർ ചെയ്യുന്ന എലമെന്റ് ഏതായിരിക്കും? ഡി ബ്ലോക്കിൽ പെട്ട എലമെന്റ്സ് ആയിരിക്കും അത്. ഡി ബ്ലോക്ക് 3 to 12 ആണ്. അതിൽ നമുക്ക് 2 എലമെന്റ്സ് ആണ് തന്നിരിക്കുന്നത്, സിയും ഡിയും. അപ്പോൾ സിയിലും ഡിയിലും ആയിരിക്കും അവസാനത്തെ ഇലക്ട്രോൺസ് ഡി സബ്ഷെല്ലിലോട്ട് പോകുന്നത്. അടുത്തത്, which element has the highest ionization energy? നമ്മൾ പി ബ്ലോക്ക് എലമെന്റ് പഠിച്ചപ്പോൾ പറഞ്ഞു അയണൈസേഷൻ എനർജി കൂടുതലാണ്. പീരിയോഡിക് ടേബിളിൽ ലെഫ്റ്റ് ടു റൈറ്റ് മൂവ് ചെയ്യുന്നതോറും എന്തായിരിക്കും? അയണൈസേഷൻ എനർജി കൂടി വരും. അപ്പോൾ പി ബ്ലോക്ക് എലമെന്റുകൾ ഇതാണ്. അതിൽ ലെഫ്റ്റ് ടു റൈറ്റ് മൂവ് ചെയ്യുമ്പോൾ അയണൈസേഷൻ എനർജി കൂടിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അയണൈസേഷൻ എനർജി ഉള്ളത് എച്ചിനായിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, which is the highly reactive non metal എന്നാണ്. അപ്പോൾ ഇതിനകത്ത് നോൺ മെറ്റൽസ് ഒക്കെ വരുന്നത് പി ബ്ലോക്കിലാണ്. അതിൽ തന്നെ 18ാമത്തെ ഗ്രൂപ്പ് നമുക്കറിയാം ഹൈലി നോൺ റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റൽസ് ആണ്. അപ്പോൾ അതിന് തൊട്ട് മുന്നുള്ള ഗ്രൂപ്പിലുള്ള എലമെന്റ്സ് ആണ് ഹൈലി റിയാക്റ്റീവ് മെറ്റൽസ്. ജി ആയിരിക്കും ഇവിടുത്തെ ഹൈലി റിയാക്റ്റീവ് നോൺ മെറ്റൽ. അടുത്തത്, which element shows -2 oxidation state? -2 oxidation state വരണമെന്നുണ്ടെങ്കിൽ 2 ഇലക്ട്രോൺസ് വാങ്ങിക്കണം. ഇതിൽ 2 ഇലക്ട്രോൺസ് ആവശ്യമായിട്ടുള്ളത് ആർക്കാണ്? നമുക്കറിയാം 16ാമത്തെ ഗ്രൂപ്പിലുള്ളതിൽ 6 ഇലക്ട്രോണുകളാണ് അവസാനത്തെ ഷെല്ലിൽ വരുന്നത്. അപ്പോൾ ഒരു 2 ഇലക്ട്രോണും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ അതിന് സ്റ്റെബിലിറ്റി കിട്ടും. അപ്പോൾ അതെപ്പോഴും 2 ഇലക്ട്രോൺസ് വാങ്ങിക്കാനായിട്ട് നോക്കും. അങ്ങനെ -2 ചാർജ് ആയിരിക്കും അതിന് വരിക. 6ാമത്തെ ഗ്രൂപ്പിലുള്ള എഫ് ആയിരിക്കും -2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആയിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, നമുക്ക് ഇതിൽ പെട്ട ഒരു എലമെന്റിന്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷന്റെ അവസാനത്തെ ഭാഗം തന്നിട്ടുണ്ട്. 2s2 2p6 എന്നാണ്. ഇത് ഏത് എലമെന്റ് എന്നാണ് ആദ്യം കണ്ടുപിടിക്കേണ്ടത്. ഏത് എലമെന്റ് ആയിരിക്കും? രണ്ടാമത്തെ പീരീഡിൽ പെട്ട എലമെന്റ് ആയിരിക്കും. 2 ആണ് ഷെല്ല് വന്നിരിക്കുന്നത് അതുകൊണ്ട്. ഇനി ലാസ്റ്റ് എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 8 ഇലക്ട്രോൺസ് ആണ് അവസാനത്തെ ഷെല്ലിൽ വന്നിരിക്കുന്നത്. അവസാനത്തെ ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് വരുന്നത് 18ാമത്തെ ഗ്രൂപ്പിലുള്ള എലമെന്റ്സിലാണ്. എച്ച് ആണ് ആ എലമെന്റ്. ഇനി ഇതിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ പറഞ്ഞിരിക്കണേ. അപ്പോൾ 1s2 2s2 2p6 എന്നായിരിക്കും കംപ്ലീറ്റ് സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരിക. ഇതിന്റെ 2 ക്യാരക്ടറിസ്റ്റിക്സ് ചോദിച്ചിട്ടുണ്ട്. എന്തൊക്കെയായിരിക്കും? ഇത് നോബിൾ ഗ്യാസുകളാണ്, ഹൈലി സ്റ്റേബിൾ ആണ്. കാരണം 8 ഇലക്ട്രോൺസ് ആണ് അവസാനത്തെ ഷെല്ലിലുള്ളത്, അതുകൊണ്ട് ഹൈലി സ്റ്റേബിൾ ആണ്. അതുകൊണ്ട് തന്നെ നോൺ റിയാക്റ്റീവ് ആണ്, റിയാക്ഷൻസിൽ ഒന്നത് പങ്കെടുക്കില്ല. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഒന്നാമത്തെ ഗ്രൂപ്പിലെ എ എന്ന് പറയുന്ന എലമെന്റും 17ാമത്തെ ഗ്രൂപ്പിലെ ജി എന്ന് പറയുന്ന എലമെന്റും കൂടെ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാവുന്ന കോമ്പൗണ്ടിന്റെ കെമിക്കൽ ഫോർമുല എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം എ എന്ന് പറയുന്നത് ഒന്നാമത്തെ ഗ്രൂപ്പിലായതുകൊണ്ട് ഓക്സിഡേഷൻ സ്റ്റേറ്റ് +1 ആയിരിക്കും. ജി എന്ന് പറയുന്നത് 17ാമത്തെ ഗ്രൂപ്പിലാണ്. 7 ഇലക്ട്രോൺസ് ഉണ്ട് അവസാനത്തെ ഷെല്ലിൽ. 1 ഇലക്ട്രോൺ കൂടെ കിട്ടിക്കഴിഞ്ഞാൽ അത് സ്റ്റേബിൾ ആവും. അപ്പോൾ -1 ആയിരിക്കും അതിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ്, 1 ഇലക്ട്രോൺ വാങ്ങിക്കുന്നുണ്ട്. ഇത് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ വരും? A1 G1 എന്ന് വരും. രണ്ടും 1 ആയതുകൊണ്ട് നമ്മളത് നെഗ്ലക്റ്റ് ചെയ്ത് കളഞ്ഞിട്ട് AG എന്ന് തന്നെയാണ് കെമിക്കൽ ഫോർമുല വരിക. ഇതാണ് നമ്മുടെ ഈ പാഠത്തിന്റെ അവസാനത്തെ ടോപ്പിക്. ഇതോടുകൂടി പാഠം അവസാനിച്ചു. അടുത്ത വീഡിയോയിൽ ഇനി നമ്മളിതിന്റെ എക്സ്റ്റെൻഡഡ് ആക്ടിവിറ്റീസും കൂടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യുക, നന്നായിട്ട് പഠിക്കുക.